മണിയുടെ വീട്ടിലേക്കുള്ള തറവാട്ട് വീട്ടിലേക്ക് പെങ്ങളുണ്ട് വിളിക്ക്. പിന്നെ 3 പേരുണ്ട്. ഇതാണ് മണി താമസിച്ചിരുന്ന വീട്. മണി എല്ലാ വർഷവും മണിയുടെ ഓർമ്മദിന ഇതാണ് പാടി. ഇതാണ് പാടി. ഇതാണ് മണിനെ ആശുപത്രിക്ക് കൊണ്ടുപോയത്. ഇവിടെ നിന്ന് അച്ഛൻ്റെ ഞങ്ങളും മണിയൊക്കെ പഠിച്ച ഈസ്റ്റ് സ്കൂള്, ഈ സ്കൂളിന് വേണ്ടി കൊടുത്ത ബസ്സുണ്ട്. പക്ഷെ അതിപ്പോൾ ഉപയോഗശൂന്യമായി. ഇതെന്റെ അച്ചാച്ചൻ ജോഷി അച്ചാച്ചൻ കലാഭവമണിയുടെ കളിക്കൂട്ടുകാരനും കൂടിയാണ്. ഞങ്ങള് വെളുത്തുള്ളിയുടെ ഒരു കാര്യം സംസാരിക്കും. ആളൊരു കാറ്ററിങ്ങിന്റെ ഹെഡും കൂടിയാണ് ഈ ഏരിയയില. അപ്പൊ ഇവിടെ ഉള്ള ആളുകളുടെ അടുത്ത് വെളുത്തുള്ളി പീൽ ചെയ്യണ കമ്പനി തുടങ്ങിയപ്പോൾ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അച്ചാച്ചൻ്റെ അടുത്ത് ഞങ്ങൾ ഈ കലാഭവമണിയുടെ വിശേഷങ്ങളും ഈ നാടൊക്കെ ഒന്ന് കാണിച്ചു തരുമെന്ന് വെച്ചപ്പോൾ ഒരു മടിയും കൂടാതെ എല്ലാ വിശേഷങ്ങളും നടന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് നിങ്ങളെയും കൂടി ഒന്ന് അറിയിക്കാനും ഒരു ഓർമ്മ പുതുക്കാനുള്ള ഒരു അവസരമായിട്ട് തോന്നി. അങ്ങനെയാണ് ഈ വീഡിയോ എടുത്തത്. മണിയുടെ വീട്ടിലേക്കുള്ള തറവാട്ട് വീട്ടിലേക്കുള്ള വഴി. മണിയുടെ ഏറ്റവും ആദ്യത്തെ വീട് ഇവിടെ ആയിരുന്നു. ഒരു ചെറിയ ഒരു പെരയായിരുന്നു. അതിനുശേഷം സിനിമയിലേക്ക് വന്നതിന് ശേഷം ഇങ്ങനൊരു വീട് സെറ്റ് ചെയ്തു. അമ്മ അനി കല്യാണം വെച്ചല്ല ആണോ? അപ്പൊ അവിടെ ഉള്ളതാ അത് പെങ്ങള്. കലാമണിയുടെ പെങ്ങളാ? ആ സ്വന്തം പെങ്ങളാ? പെങ്ങളുണ്ട് വിളിക്ക്. പിന്നെ 3 പേരുണ്ട്. അറിയാൻ വരുന്ന അനിയൻ മാത്രമല്ലേ? അല്ലല്ല, സ്വന്തമായിട്ട് 3 പെങ്ങന്മാരുണ്ടോ? 2 ചേട്ടന്മാരും. ഇതാണ് മണി താമസിച്ചിരുന്ന വീട്, മണിക്കൂടാലം. ജോഷി അച്ചാച്ചനും മണിയൊപ്പ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച് ഒന്നിച്ച് നടന്ന ആൾക്കാരാണ്. ഞങ്ങൾ ചാലക്കുടി പള്ളിയുടെ ഉമ്മർത്ത് ഞങ്ങൾ സ്ഥിരം എല്ലാ ദിവസവും ഉണ്ടാവും. പിന്നെ ഇതൊന്നിരുന്നു ഇതായിട്ടൊന്ന് ഇതിപ്പോൾ ഇങ്ങനെ അയ്യപ്പനെയാണ് ഇവിടെ ഇങ്ങനെ തിരിച്ചത്. ആൾക്കാർ വരുമ്പോൾ അവർക്ക് കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് തിരിച്ചത്, വീടിന് തടസ്സമില്ലാതിരിക്കാനായിട്ട്. മുനിസിപ്പാലിറ്റി എല്ലാ വർഷവും മണിയുടെ ഓർമ്മദിനം ആചരിക്കും. അന്ന് ഇവിടെ നിന്നാണ് പുഷ്പാർച്ചനയൊക്കെ നടത്തിയതിന് ശേഷമാണ് ഇവിടുന്ന് ദീപം തെളിയിച്ചിട്ടാണ് അവിടെ പ്രോഗ്രാം നടത്താറുള്ളത്. ജനാവലി മുഴുവൻ തിങ്ങി വഴി ഇതാണ്. ഇവിടെയൊക്കെ 1 ഇഞ്ച് മണ്ണ് വീഴാത്ത ഇതായിരുന്നു. വീടിന്റെ മുകളിലും എല്ലായിടത്തും. ഇതിന് മുകളിൽ കൂടെ ആൾക്കാർ ചാടി കടന്ന് ഷീറ്റൊക്കെ പൊളിച്ചിട്ടാണ് അന്ന് ആൾക്കാർ കണ്ടത്. ഒരു പെണ്ണ് ഇതുണ്ടായത് ഈ ഷീറ്റിൻ്റെ ഉള്ളിൽ കൂടെ കടന്ന് ഇറങ്ങിയിട്ടാണ് പെണ്ണ് പെട്ടത്. എന്നിട്ട് ആ പെണ്ണിനെ എല്ലാവരും കൂടി വലിച്ചെടുക്കുക ചെയ്തത്. അപ്പോൾ ആ പെണ്ണാണ് പറഞ്ഞത്, എനിക്ക് ഇവിടെ ഒന്ന് കാണാണ്ടിരിക്കാൻ പറ്റില്ല, കാരണം എനിക്കൊരു വീടും എൻ്റെ മകളുടെ അസുഖത്തിനുള്ള ചികിത്സ മുഴുവൻ നടത്തിയത് മണിയാണ്. ഞാൻ അത് വളരെ വഴിയാകില്ലെന്നാണ് വന്നത്. ഓക്കെ ജോയ്, നിങ്ങളെ കൂട്ടുകാരൊക്കെ കൂടി വർത്താനം പറഞ്ഞ് കമ്പനി അടിച്ചിരുന്ന സ്ഥലം ഇതാണ് സ്ഥലം. അതിനുവേണ്ടി മാത്രം വാങ്ങിച്ചിട്ട് അതിനുവേണ്ടി മാത്രം മേടിച്ച് അവിടെ അവൻ ഈ ദിവസം ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ബന്ധങ്ങൾ കൂട്ടുകാരന്മാരാണ്. ഇതാണ് പാടി. ഇതാണ് പാടി. ഏതാണ് പാടി? ഈ കാണുന്നതാണ് കണ്ട ഈ കളറടിച്ചിട്ടുള്ള മരങ്ങൾ. ഇവിടെ വരാത്ത നടന്മാരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഇല്ല. കാരണം ഇവിടെ ഇതിപ്പോൾ ഇങ്ങനെ കിടക്കേണ്ടതല്ല. അന്ന് മണി ഉള്ളപ്പോഴാണ് ഇത് കാണേണ്ടത്. പാട്ടും ഡാൻസും തീറ്റയും എല്ലാം ഇവിടെ സമൃദ്ധിയാണ്. ഒരാൾ വന്നാലും വിഷമിച്ച് ഈ മണ്ണിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ളതാണ്. കാരണം അത്രയും ഇതാണ്. ഇവിടെ ഇരിക്കുന്ന സമയം പോണത് അറിയില്ല. എത്ര മണിക്കൂർ മണിയുടെ കൂടി ഇരുന്നാലും ആ സമയം പോണത് അറിയില്ല. ഓരോരോ തമാശകളും ഓരോരോ നടന്ന ജീവിത സാഹചര്യങ്ങളും ഒക്കെ പറഞ്ഞിരുന്ന ഒരു സ്ഥലമാണ്. ഷെഡ് ഏതാണ്? ഷെഡ് പുഴയോരത്തിന്റെ അല്ല, അത് പോയി. അത് ഇപ്പോൾ വേണമെന്ന് വെച്ചു. ഇത് അത്യാവശ്യം ഞങ്ങൾ കുക്കിങ്, ബാത്റൂം അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെ ഇല്ലാത്ത ആൾക്കാരില്ല. ഇവിടെ ആയിരുന്നു അതിന്റെ ഒരു ഇത്. പുഴയിലേക്ക് നീണ്ടിക്കണ ഷെഡ് ഏതായിരുന്നു? അത് ഇവിടെ ആയിരുന്നു. ഇവിടെ ആയിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ആയിരുന്നു. ഇതേപോലെ കാടല്ലാട്ടായിരുന്നേ അന്ന്. ഇവിടെ മറ്റേ വാഴ കൃഷിയും കുറേ സംഭവങ്ങളായിരുന്നു താഴത്ത്. ഇതതിൻ്റെ ഒരു തറയായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് അവിടുത്തെ മരാട് പോകുന്നുണ്ട്. ഒരു കാല് കണ്ട അത്രയും വലിയതായിരുന്നു. ഒരു കുറ്റി 2 കുറ്റി. അപ്പൊ ഇങ്ങനെ മുകളിലേക്ക് കൂടി ഇങ്ങനെ പോയേക്ക് മുകളിലേക്ക് പോയി താഴത്തെ കുറ്റികളാണ് കാണുന്നത്. മനസ്സിലായോ? ഓ വാർക്ക കുറ്റി 1 2 3 2 ഈ വീതി 3 ഈ നീളം. പുഴയും കണ്ടിരുന്നു. പുഴയും കാണും. അവിടെ ഇതൊക്കെ പലമ്പ് കൊണ്ട് പാമ്പ് കൊണ്ട് അടിച്ചേക്കാണ്. ഫുഡിങ് അവിടെ ഇരിക്കും. ഇവിടെ ഒരു റൂമുണ്ട്. ആ റൂമിൽ ഞങ്ങൾ ഇരിക്കും. പിന്നെ ഇവിടെയാണ് അതിൻ്റെ ബാക്കിയുള്ള കിച്ചൺ സംവിധാനങ്ങളും സംഭവങ്ങളും. ഇവിടെ നിന്നാണ് മണിനെ ആശുപത്രിക്ക് കൊണ്ടുപോയത്. ഇവിടെ നിന്ന്. ഓ
ഇവിടെ നിന്നാണ് കൊണ്ടുപോയത് ഇവിടെ നിന്ന് കൊണ്ടുപോയത്. ഇതാണ് മണ്ണിരെ ഇതായിട്ട്. ഇവിടെയാണ് ഞങ്ങളുടെ ഒരുവിധം സമയമൊക്കെ ഒന്നും എഴുതി വെക്കരുത്, കറക്റ്റ് കാര്യം ആ ഓർമ്മയാണ് നിൽക്കുന്നത്. എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, അത് നമുക്കൊന്ന് വായിക്കാം. എന്നോട് എന്തേ മിണ്ടാത്തേ, അത് ഓരോരുത്തർ വരുമ്പോഴേ കാണാത്തേ വരികളാണ് എഴുതിയേക്കുന്നത്. എന്നെ മറന്നു. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഇതുണ്ടായിരുന്നു. ഇവിടെയാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ പാകം ചെയ്തിരുന്ന സ്ഥലമൊക്കെ ഇത്. ഇവിടെ ഒരു കട്ടിലുണ്ടായിരുന്നു, അവിടെ അവൻ ഇടയ്ക്കിട്ട് വന്നിരിക്കും. TV ഇതായിട്ട് അതതിൻ്റെ ഒരു ബാത്റൂം. എന്തോ ഒരു ലോകം. ഇവിടെ ഐഡിയ സ്റ്റാർസിങ്ങിലെ പിള്ളേരുണ്ടല്ലോ, ഒരു പാട്ടിൻ്റെ പരിപാടി ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ആ പിള്ളേരൊക്കെ വന്ന് ഇവിടെ ഭക്ഷണം വെപ്പ്, ഇത് ഓണമായിട്ടുണ്ടെങ്കിൽ പരിപാടികൾ. ഓർമ്മകളാണല്ലേ കംപ്ലീറ്റ്. ഒരു കൊല്ലം ഓണത്തിന് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കും, എല്ലാ ഭക്ഷണം ഉണ്ടാക്കും. നമുക്ക് ഏർക്ക് വേണമെങ്കിലും ഭക്ഷണം കഴിക്കാം, പക്ഷെ പൈസ നമ്മൾ കൊടുക്കണ്ട. ആ പൈസ ആ കുടുക്കയിലിടണം. ആ കിട്ടുന്ന പൈസ ആ വർഷത്തെ രോഗികൾക്ക് വേണ്ടി മുഴുവൻ കൊടുക്കണം. അതിനുള്ള സാധനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഓരോ വിശേഷങ്ങൾക്കും ഉണ്ടാവും, ഓരോ പെയിൻറ്റിങ്ങും കാര്യങ്ങളും, ഇവിടെ ഓരോ സ്റ്റാച്ചുകളും ഉണ്ടാക്കും. അങ്ങനെ ഒരു ഇതായിരുന്നു ഇവിടെ. എന്തോരുണ്ട് ഇതിങ്ങനെ ഈ കളർ അടിച്ചാൽ മാത്രം? അല്ലല്ല, അങ്ങോട്ട് പോകുന്നത് ഇതിപ്പോ ഇങ്ങനെ കിടക്കുന്ന മുഴുവൻ മനുഷ്യനാണ്. ഇങ്ങനെ അല്ലായിരുന്നു ഇവിടെ. ഒരു കാര്യം ചോദിക്കട്ടെ, അത് സത്യമാണ്? അതായത് മനുഷ്യന്റെ അച്ഛൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലമാണ്, പറമ്പാണ് ഇതൊക്കെ. അത് വാങ്ങിച്ചു, അതൊക്കെ വാങ്ങിച്ചു. ഇത് ഇവിടെ അച്ഛൻ തൊട്ടൊക്കെ കാര്യങ്ങൾ കേട്ട് മനുഷ്യന്റെ അച്ഛൻ അപ്പനൊക്കെ ഇവിടെ പണിച്ചെടുത്തിട്ട് ആദ്യം കളച്ചിരുന്ന പറമ്പാണ്. അത് മണിച്ചേട്ടൻ വാങ്ങിച്ചു. ആ വശത്ത് മുഴുവൻ മണിച്ചേട്ടൻ മേടിച്ചതൊക്കെ അങ്ങനെ തന്നെ. ആ ഒരു നൊസ്റ്റാൾജിയുടെ പേരിൽ പോലെ ഒക്കെ ഇത് എൻ്റെ പൊന്നെ. ഇന്ന് വരെ കേരളത്തില് ഒരു ആളുകൾ മരിച്ചിട്ട് ഇത്രയും ജനം ഉണ്ടായിട്ടുള്ള ഇതുണ്ടായില്ല. സംഭവമില്ല സത്യമാണ്. അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചാനലുകാര് വന്നപ്പോ പറഞ്ഞ ഒറ്റ പിന്നീട് ഉണ്ടായതെന്ന് നയനാര് മരിച്ചപ്പോ ഇത്രയില്ല. ചാലക്കുടി 5-ാം തീയതിയാണ് മരിച്ചത്, മാർച്ച് 5-ാം തീയതി. ഞാൻ അന്ന് ഗൾഫിലാണ്. മരിച്ച വാർത്ത മാർച്ച് 5-ആണോ മാർച്ച് 8-ആണോ? 6-ാം തീയതിയാണ്. മാതാവ് ഇവിടെ ഒരു കപ്പോളയുണ്ട്, ആ കപ്പോളയിൽ മണി പെരുന്നാൾ നടത്തി. അന്ന് മമ്മൂട്ടിയാണ് ആ പരിപാടിയുടെ മുഖ്യ ആളായിട്ട് വന്നത്. മമ്മൂട്ടി ഇവിടുന്ന് പോവാൻ കഴിച്ചൊരു പാട് ഞങ്ങൾക്കറിയുള്ളൂ. വണ്ടിയിൽ പെട്ടിട്ട് 2-3 മണിക്കൂർ മമ്മൂട്ടി വണ്ടിയിൽ ഇരുന്നു എന്നുള്ളതാ. അവസാനം മണി കാവി മുണ്ട് കൊടുത്ത് ഇറങ്ങി എല്ലാവരും മാറ്റി കൊണ്ടുപോയ. ഞാനും മണിയൊക്കെ കൂടിയിട്ട് മാറ്റി ആൾക്കാരെ കൊണ്ടുപോയത്. അപ്പം എന്തോരം ഇനി അന്ന് വരാത്ത നടന്മാരില്ല. മമ്മൂട്ടി അടക്കം വന്നു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള നടന്മാരുടെ കേസല്ലേക്കോ ഒന്നോരം ആൾക്കാരായിരുന്ന ഒരു കപ്പളയിൽ പെരുന്നാൾ നടത്തിയതാണ്. ഇതാര് ചെയ്തവർക്കാണ്? ഇത് ഡാവിഞ്ചി സുരേഷ് മണിച്ചേട്ടന് അവൻ സമർപ്പിച്ചതാണ്. ഇത് മണിച്ചേട്ടൻ്റെ ഓട്ടോറിക്ഷ തന്നെ? ഇത് മണിച്ചേട്ടൻ്റെ ഓട്ടോറിക്ഷ. ഇതാണ് പറയാറുള്ളതല്ലേ, A100 മാർക്ക്. എല്ലാ വണ്ടിയുടെ നമ്പർ 100 ആയിരിക്കും. മാർക്ക് കിട്ടിയില്ല അത്ര. എല്ലാ വണ്ടിയുടെ നമ്പർ 100. ഇതാണ് അച്ഛൻ്റെ ഇതാണ് പാട്ടൊക്കെ അതാണ് പാടിക്കൊടുത്തിരുന്ന അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇത് പുള്ളി ഉണ്ടാക്കി കൊടുത്തേക്കാണോ? അനിയനാണ് ഇപ്പം അത് നോക്കണേ ഇവിടുത്തെ പിള്ളേർക്ക് ഉള്ള കാര്യങ്ങൾക്ക്. ഇതാണ് ഞങ്ങളും മണിയൊക്കെ പഠിച്ച ഈസ്റ്റ് സ്കൂള്. അതായത് 1 തൊട്ട് 7 വരെ പഠിച്ചത്. ഇത് പുതുക്കി പണിതു. അത് തന്നെ അതാ ഇത് ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഇതുണ്ടായിരുന്നു. ഇതിപ്പോൾ മാറ്റി ഇതാക്കി. ഇപ്പം ഞങ്ങളുടെ മെയിൻ ഹാളായിരുന്നു അന്നത്തെ. ഞങ്ങൾ നാടകവും പാട്ടും ഡാൻസും ഒക്കെ നടത്തിയിരുന്ന സ്ഥലം ഈ ഹാളിലായിരുന്നു. ഞങ്ങളുടെ എല്ലാ കലാപരിപാടികളും മണിയുടെ ഒക്കെ പരിപാടികൾ നടത്തിയിരുന്ന ഹാളാണ് ഇത് കാണുന്നത്.
ഈ സ്റ്റേജ് അരങ്ങേറ്റം ആ ഇവിടെ നിന്നായിരുന്നു. ഞങ്ങൾ മണി ഒരു ടാർസൻ സിനിമ വന്നിരുന്നു. അന്ന് ഞങ്ങൾ നാടകം കളിച്ചിരുന്നു. ഇവിടെ നാടകം കളിക്കാൻ വെച്ചാൽ ഈ കാണുന്ന കഴുക്കോലുകളുണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങനെ വള്ളികൾ കെട്ടിയിട്ട് ഈ കഴുക്കോലിൽ നിന്ന് ആ വള്ളിമിക്ക് ചാടും. എന്നിട്ട് മണി ചാടും. ഈ ടാർസിൻ്റെ സൗണ്ട് എടുത്തിട്ട് ഈ പ്ലാവിൻ്റെ ഇലയൊക്കെ വെച്ച് കെട്ടിയിട്ട് അതായിരുന്നു ഞങ്ങളുടെ നാടകം. അങ്ങനെ നാടകം കളിച്ച് റിഹേഴ്സലൊക്കെ നോക്കിയപ്പോൾ കുഴപ്പമുണ്ടായില്ല. നാടകം കളിച്ച് അവസാനിക്കുന്ന സമയത്ത് ഈ കഴുക്കോല് പറഞ്ഞുകൊണ്ട് ഒടിഞ്ഞ് നേരെ താഴത്തേക്ക് വീണു. പക്ഷേ അത് ആൾക്കാരറിഞ്ഞില്ല, അത് ഇപ്പം ചാടിയതാണെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ നാടകം കളിച്ചു. അങ്ങനത്തെ ഒരു സ്റ്റേജാണിത്. ഇതാണ് ആ സ്ഥലം. ഇപ്പുറത്ത് മണി ഈ സ്കൂളിന് വേണ്ടി കൊടുത്ത ബസ്സുണ്ട്. പക്ഷെ അതിപ്പോൾ ഉപയോഗശൂന്യമായി എന്നുള്ളതാണ്. ഇതേ ആ മണിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി മണി കൊടുത്തതാണ്. മണി ഉള്ളപ്പോൾ കൊടുത്തതാണ്. പക്ഷെ അത് സ്കൂളുകാർ അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ല. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇവിടുത്തെ മറക്കാൻ പറ്റില്ല ഓരോ ദിവസങ്ങളും. അതിനുശേഷം ഇവിടെ നിന്നാണ് ഞങ്ങൾ ബോയ്സ് ഹൈസ്കൂളിലേക്ക് പോയത്. കാരണം ഇത് 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വനിതകൾക്ക് മാത്രമാക്കി, ഗേൾസിന് മാത്രമാക്കി. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലേക്ക് പോയി. അവിടെ വെച്ചിട്ടായിരുന്നു ബാക്കിയുള്ള പഠനവും കാര്യങ്ങളൊക്കെ. പഠിക്കാനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിക്കാനല്ല ഞങ്ങൾക്ക് പോണത്. ഞങ്ങൾ സ്പോർട്സിന് അല്ലെങ്കിൽ ഇതുപോലെ ആർട്സിന്, പിന്നെ സ്കൂളിൽ എന്ത് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുണ്ടാവണം, എന്നാലും നടക്കുള്ളൂ. ഈ യൂത്ത് ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, അതിനുവേണ്ട മാഷുമാർ ഞങ്ങളതിനു വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ടുനടക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു PT സാറുണ്ടായിരുന്നു, സുരേഷ് ബാബു സാറ്. സാറെന്ന് വെച്ചാൽ ഞങ്ങളുടെ ജീവനാണ്. ഞങ്ങൾക്ക് മണി ഫുൾ ടൈം മാഷിൻ്റെ സ്കൂട്ടറും മാഷിൻ്റെ കൂടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. പിന്നെ എവിടെ പോയാലും സ്പോർട്സിന് പോയാലും ഓരോ കോമിക്കുകൾ കാണിക്കൽ, അതൊക്കെയായിരുന്നു രസം. അതൊരു ജീവിതമായിരുന്നു. സാറാണ് ഞങ്ങളെ ഈ ഇതിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ സാറിന് ഓർക്കാൻ തന്നെ വിഷമം. സാറിന് ഞങ്ങൾക്ക് വേണ്ടി ആൾ കാലത്തൊട്ട് ഭക്ഷണങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ആൾ വന്ന് ഗ്രൗണ്ടിലിരിക്കും. മണിയായിരുന്നു മാനേജർ.